ഇപ്പോൾ പാലക്കാട് നിന്നൊരു വാർത്ത വരുന്നു. പാലക്കാട് ഒറ്റപ്പാലത്ത് തൃക്കങ്ങോട്ട് ഒരു ഓട്ടോറിക്ഷ കയറി ഇറങ്ങി സ്ഫോടക വസ്തു പൊട്ടിത്തെറിച്ചു. സ്കൂൾ വിദ്യാർത്ഥികളുമായി പോയ ഓട്ടോറിക്ഷയാണ് സ്ഫോടക വസ്തുവിൽ കയറി ഇറങ്ങിയത്. പൊട്ടിത്തെറിയിൽ ഓട്ടോറിക്ഷയ്ക്ക് നിസ്സാരമായ കേടുപാടുണ്ടായി. വിദ്യാർത്ഥികൾ പരിക്കേൽക്കാതെ രക്ഷപ്പെട്ടു. പന്നിപ്പടക്കമാണെന്നാണ് പ്രാഥമിക നിഗമനം. ഇബാലറയ്ക്കൽ, ഇതാരാണ് ഈ പന്നിപ്പടക്കം അവിടെ കൊണ്ടിട്ടത്? ഈ വലിയൊരു അപകടം ഉണ്ടാകുമായിരുന്നു. ഭാഗ്യത്തിന് പുരികത്ത് കൊണ്ടുപോയി, അല്ലേ ഇക്ബാൽ? അരുൺകുമാർ, തീർച്ചയായും ഒറ്റപ്പാലം തൃക്കങ്ങോട് ചാത്തൻപറമ്പ് മേഖലയിൽ വെച്ചാണ് ഇത്തരത്തിൽ ഒരു അപകടം സംഭവിച്ചിട്ടുള്ളത്. ഒറ്റപ്പാലത്ത് നേരത്തെയും ഇത്തരത്തിൽ പന്നിപ്പടക്കം വഴിയരികിൽ ഉപേക്ഷിക്കുകയും അത് പല രീതിയിൽ അപകടങ്ങൾ ഉണ്ടാക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇന്ന് രാവിലെയോടുകൂടി വിദ്യാർത്ഥികളുമായി സ്കൂളിലേക്ക് പോവുകയായിരുന്ന ഓട്ടോറിക്ഷയാണ് ഈ സ്ഫോടക വസ്തുവിന് മുകളിലൂടെ കയറി ഇറങ്ങുന്നു. പെട്ടെന്ന് തന്നെ ഈ സ്ഫോടക വസ്തു പൊട്ടിത്തെറിക്കുന്നു. ഓട്ടോറിക്ഷയുടെ പിൻഭാഗത്തെ ചക്രത്തിന് സമീപമുള്ള മെഡ് ഗാർഡ് ചെറിയ രീതിയിൽ തകരുന്ന സ്ഥിതിയും ഉണ്ടാകുന്നു. ഓട്ടോറിക്ഷയുടെ നിയന്ത്രണം നഷ്ടപ്പെട്ടെങ്കിലും ഡ്രൈവർ അത്ഭുതകരമായി തന്നെ വിദ്യാർത്ഥികൾക്ക് ആർക്കും പരിക്കേൽക്കാത്ത രീതിയിൽ ആ നിയന്ത്രണം വീണ്ടെടുക്കുകയായിരുന്നു. പെട്ടെന്ന് തന്നെ വിദ്യാർത്ഥികളെ മറ്റൊരിടത്തേക്ക് മാറ്റുകയും ചെയ്തിട്ടുണ്ട്. എന്തായാലും വഴിയരികിൽ ഉപേക്ഷിച്ചിട്ടുള്ള പന്നിപ്പടക്കമായിരിക്കാം ഇത്തരത്തിൽ ഓട്ടോറിക്ഷ കയറിയതിനെ തുടർന്ന് പൊട്ടിത്തെറിച്ചതെന്നുള്ളതാണ് ഇപ്പോൾ പ്രാഥമികമായി പുറത്തു വരുന്ന വിവരം. ഉഗ്രശേഷിയൊന്നും ഇല്ലാത്ത ഒരു സ്ഫോടക വസ്തുവാണ് പൊട്ടിത്തെറിച്ചത്. അതുകൊണ്ട് തന്നെ ഒന്നല്ലെങ്കിൽ പടക്കം, അതല്ലെങ്കിൽ ഈ അനധികൃതമായി വഴിയരികിൽ ഉപേക്ഷിച്ചുള്ള പന്നിപ്പടക്കമാകാം പൊട്ടിത്തെറിച്ചതിലാണ് പോലീസ് ഉദ്യോഗസ്ഥരും ഉള്ളത്. ഓട്ടോറിക്ഷ രക്ഷപ്പെട്ടു. ചെറിയൊരു പടക്കമാണെങ്കിലും അല്ലേ, വേണമെങ്കിൽ ഇത് ഡീസലും പെട്രോളിലും ഒക്കെ ഓടുന്ന വണ്ടിയല്ലേ. പണ്ടൊക്കെ നമ്മൾ ഈ ഫ്രൂട്ടിയുടെ പാക്കറ്റ് ഇങ്ങനെ റോഡിലോട്ട് എടുത്തിടുന്ന കുട്ടികളെ കണ്ടിട്ടുണ്ട്. ചെറിയ വണ്ടിയൊക്കെ ഇങ്ങനെ പോകുന്ന ടപ്പേ എന്നൊരു ശബ്ദം കേൾക്കും, അത് കേൾക്കാൻ വേണ്ടി. അതേപോലെ പന്നിപ്പടക്കമൊക്കെ ആണെങ്കിലേ വല്ലതും സംഭവിച്ചേനെ. എന്തായാലും കുട്ടികൾ രക്ഷപ്പെട്ടു.